ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, അതിമനോഹരമേറിയ ഒരു പ്രഭാതയാമം കൂടെ സ്വർഗത്തിലെ വലിയനായ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ രാവിലെ സമയം നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവവിധ നന്മകളെ ഓർത്ത് ഇന്ന പ്രഭാതത്തിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം കൂടെ ഈ മരുഭൂമി യാത്രയിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് രാവിലെ സമയം ആരാധിക്കാൻ മഹത്വപ്പെടുത്താം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെല്ലാവരെയും സന്ധിക്കുവാൻ കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരോട് എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള ദൈവദാസിദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാരെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, അല്പനിമിഷം തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥന എന്ന വിഷയമാണ്. എന്നാൽ ആ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. രാവിലെ സമയം നമുക്ക് ചിന്തിക്കാം. അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, അല്പനിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അത് വചനധ്യാനത്തിന് കടന്നു പോകുന്നതിന് മുമ്പായി തന്നെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ അപ്പം അങ്ങയുടെ പൊന്നുപദപീഠത്തിലേക്ക് അടിയും കടന്നു വരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാതയുടെ അരിക്കൽ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. എത്രയോ അനേകായിരങ്ങൾക്ക് ലഭിക്കാത്തൊരു മഹൽ ഭാഗ്യമാണ് അത് രാവിലെ സമയം കർത്താവ് അങ്ങയുടെ വചനത്തിൽ നിന്ന് ഘോഷിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി, നല്ല സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. കർത്താവ് കേൾവിക്കാരെ ഒരുക്കണമേ. വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് അനേക ഹൃദയങ്ങളിൽ ഇത് കർത്താവ് അനേകരെ പ്രൈസ് ലോർഡ് തൊട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അനുഗ്രഹത്തിൻ്റെ കവാടം ഇന്ന് രാവിലെ സമയം പ്രഭാതവേളയിൽ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. അങ്ങ് സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി വരണമേ അപ്പ. ഇറങ്ങി വന്ന് ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ കർത്താവ്. ഹല്ലേലൂയ. സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஹல்லேலூயா. இன்றைக்கு அதிகால வேளையில் தேவனுடைய முகத்தை நோக்கி வரும்படியாக தேவன் நமக்கு ஒரு கர்த்தாവ് நமக்கு கொடுத்திருக்கிறதான இந்த நல்ல சந்தர்ப்பத்திற்காக தேவனுக்கு நான் நன்றி செலுத்துகிறேன். ஹல்லேலூயா. கர்த்தருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதனால இப்படிப்பட்ட ஒரு நல்ல சந்தர்ப்பத்தை கர்த்தர் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, அவர் எப்பொழுதும் நம்மோடு கூட இருக்கிற தேவனாக இருக்கிறார். இஸ்ரவேலின் தேவன் அவர் மகிமையின் ராஜாவாக இருக்கிறார். இஸ்ரவேலின் தேவன் அவர் நம்மோடு கூட இருக்கிற நல்ல இம்மானுவேலராக இருக்கிறார். பிரைஸ் தி லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா. நாம் அழுது கர்த்தருடைய முகத்தை நோக்கும் பொழுது நிச்சயமாகவே அவர் பதில் கொடுக்கிற தேவனாக இருக்கிறார். பிரைஸ் தி லார்ட். கர்த்தருடைய பிள்ளைங்களே, வாருங்கள் ஒன்று சேர்ந்து தேவனை மகிமைப்படுத்துவோம், தேவனை ஆராதிப்போம், தேவனை தொழுது கொள்வோம், தேவனை துதிப்போம். ஹல்லேலூயா. அவர் 2 பேர் 3 பேர் எங்கிருந்தாலும் அவங்க மத்திய வாசம் பண்ணுகிற தேவனாக இருக்கிறார். அவர் நம்மோடு கூட இருக்கிறார். பிரியமானவர்களே, ஹல்லேலூயா. பிரைஸ் தி லார்ட். ஹல்லேலூயா. ஆனபடினாலே வாருங்கள் தேவனை நம்ம தொழுது கொள்வோம், துதிப்போம். பிரைஸ் தி லார்ட். ஹல்லேலூயா. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രാർത്ഥന എന്ന വിഷയത്തിലൂടെ നാം ചില കാര്യങ്ങളെ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നേക്കും അതേപോലെ തന്നെ ചില കാര്യങ്ങളെ നാം പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. പ്രിയരെ, പ്രാർത്ഥന കേട്ട് മറുപടി തരുവാൻ യോഗ്യനായൊരു ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്, നാം പ്രാർത്ഥിക്കേണ്ടത്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം നിലവിളിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ
മകനേ മകളേ എന്ന് നമ്മളെ വിളിച്ച് നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മുടെ ആരാഞ്ഞറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഒരു ദൈവത്തിലാണ് നാം ആശ്രയം വെക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം കരയുമ്പോൾ, നാം ദുഃഖിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കാത്ത ഒരു ദൈവത്തോടല്ല. ആകയാൽ പ്രാർത്ഥനയ്ക്ക് യോഗ്യനായ ഒരു ദൈവത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. അത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ്, നമ്മളോട് ദൈവം എന്താണ് പറയാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നത് അറിഞ്ഞ് നാം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രിയരെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 3:27 വായിക്കുമ്പോൾ എന്ത് യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് എനിക്കത് തരുമോ ഇല്ലയോ, കർത്താവ്, അങ്ങനെ ഒരു അവിശ്വാസം നമുക്ക് ആവശ്യമില്ല. എൻ്റെ കർത്താവ് എനിക്കത് തരും, എൻ്റെ കർത്താവ് എനിക്കത് നൽകും എന്ന് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, പ്രാർത്ഥന വെറും ജൽപ്പനമായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 11:24 വായിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രവൃത്തി 12:5 വായിക്കുമ്പോൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. റോമർ 12:13 വായിക്കുമ്പോൾ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് ദൈവ പൈതലെ നാം പ്രാർത്ഥിക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നമുക്ക് അനേക വിഷയങ്ങളെ പറയുവാനുള്ള സമയമില്ല. എങ്കിലും 2 പ്രാർത്ഥനകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് അങ്ങനെ ഞാൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഹമ്യാവ് 1:4 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്നോട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവമക്കളെ നോക്കണമേ, നെഹമ്യാവ് എന്തിനു വേണ്ടിയാണ് കരഞ്ഞത്? നെഹമ്യാവ് നിലവിളിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നെഹമ്യാവ് നിലവിളിച്ചു, ദൈവത്തോട് കരഞ്ഞു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഹമ്യാവ് ദൈവത്തോട് കരഞ്ഞു. എന്തിനു വേണ്ടിയാ? നെഹമ്യാവിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. ദൈവമക്കളെ, നെഹമ്യാവ് കരഞ്ഞത് അല്ലെങ്കിൽ നിലവിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് നോക്കാം. നെഹമ്യാവ് ആരായിരുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, ശൂഷൻ രാജധാനി ഹല്ലേലൂയ, താൻ ഒരു സേവകനായിട്ട് രാജാവിൻ്റെ അരമനയിൽ, അല്ലെങ്കിൽ താനൊരു ദാനിയേൽ സേവകനായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ നെഹമ്യാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജസേവകനായിരുന്നു നെഹമ്യാവ്. ചില സഹോദരന്മാർ യെരുശലേമിൽ നിന്ന് കടന്നു വന്ന് തന്നോടിങ്ങനെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, യെരുശലേം പട്ടണത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ആകെ മാറിപ്പോയിരിക്കുന്നു. ആ യെരുശലേം പട്ടണത്തിൻ്റെ അവസ്ഥ തകർന്നിരിക്കുന്നു. യെരുശലേം ആകെ കഷ്ടത്തിലാണ് എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, യെരുശലേം അപമാനിതമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യെരുശലേം അപമാനിതമായിരിക്കുന്നു. ജീവിക്കുന്ന ദൈവ പൈതലെ ഓർക്കണമേ. അതുമാത്രമല്ല, യെരുശലേമിൻ്റെ വൻ മതിലുകൾ, അല്ലെങ്കിൽ യെരുശലേമിൻ്റെ മതിലുകളെ അവർ ഇടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ. ഇതുകൊണ്ട് ഈ നെഹമ്യാവ് ദൈവത്തോട് കരയുകയാണ്. ഹല്ലേലൂയ. താൻ ദൈവത്തോട് പറയുക, ദൈവമേ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ, ഹല്ലേലൂയ, കല്ലറയിൽ എന്താണ് സംഭവിച്ചത്? ദൈവമേ, എൻ്റെ കേൾക്കണമേ. യെരുശലേം പട്ടണം തകർന്നിരിക്കുന്നു എന്ന് താൻ വേദനയോടെ താൻ ദുഃഖിതനായി താൻ ദൈവത്തോട് നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളെല്ലാം ഇടിച്ചിരിക്കുന്നു, എല്ലാം നുറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹല്ലേലൂയ താൻ ഈ വാർത്ത അറിയുമ്പോൾ തനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. തനിക്ക് ഒരു തരത്തിലും തനിക്ക് സഹിക്കാനാകുന്നില്ല. പ്രിയരെ, താൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് പലരും ചിന്തിക്കാറുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാറില്ല എന്ന്. പലരും പറയുന്ന ഒരു ഡയലോഗാണത്. ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാറില്ല, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. സഹോദരനെ, സഹോദരിയെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവഭക്തന്മാർ, അഭിഷേകം പെറ്റ ദൈവദാസന്മാർ, അവർ പ്രാർത്ഥിച്ചതും അവർ കരഞ്ഞതും ഒന്നും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ. ഇവിടെ നെഹമ്യാവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടുവല്ലോ. യെരൂശലേം തകർക്കപ്പെട്ടിരിക്കുന്നു, ഹല്ലേലൂയ. യെരൂശലേമിൻ്റെ അവസ്ഥകളെ കണ്ട്, ഹല്ലേലൂയ, ഇവിടെ നെഹമ്യാവ് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രാർത്ഥന, ഇതാണ് പ്രിയരെ പ്രാർത്ഥന. നെഹമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം പ്രഭാതത്തിൽ ഞാനൊന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര പേർക്ക് കരയുവാൻ കഴിയും? എത്ര പേർക്ക് കരയുന്ന ഒരു ഹൃദയമുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് കരയുവാൻ കഴിയുന്നു? സഹോദരനെ, ദേശം ഇന്നേക്ക് അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ ഇന്നേക്ക്, ഹല്ലേലൂയ, വളരെയേറെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഓർക്കണമേ, കൊറോണ എന്ന് പറയുന്ന ചെറിയൊരു വൈറസിനാൽ ബാധിക്കപ്പെട്ട് ഉലക രാഷ്ട്രങ്ങൾ ഇന്നേക്ക്, ഹല്ലേലൂയ, വലിയൊരു പ്രതിസന്ധിയെ നോക്കി കടന്നു പോകുന്നു. മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത തരത്തിലുള്ള ഒരു വലിയൊരു വേദന. ഹല്ലേലൂയ. എന്താണ് റെമഡി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞുകൂടെ? ഹല്ലേലൂയ. എത്രയോ അനേകായിരങ്ങൾ ഇന്നേക്ക്, അയ്യോ എൻ്റെ റിസൾട്ട് എന്താകും, എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഐസൊലേഷൻ വാർഡിലും മറ്റുമായി, ഹല്ലേലൂയ, വീടുകളിലുമായൊക്കെ ആയിട്ട് കണ്ണുനീരോടെ കരയുന്ന അനേകരെ കാണുവാൻ കഴിയുന്നില്ലേ? മതി ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം വരുത്തണ്ടേ? നമ്മുടെ പ്രാർത്ഥനകൾക്കൊരു മാറ്റം വരുത്തണ്ടേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മതി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. എത്രയോ വിഷയങ്ങൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ദൈവ പൈതലേ, പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞില്ല, എന്നാൽ ദൈവം ശ്രദ്ധിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, സങ്കീർത്തനം 126:5 വായിക്കുമ്പോൾ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, ചിന്തിച്ചു കൊള്ളണമേ. ദുഃഖിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. ദുഃഖിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചു, ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ദാനിയേലിൻ്റെ ചരിത്രം, നമുക്കറിയാം എസ്തറിൻ്റെ ചരിത്രം അറിയാം. നമ്മുടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന ഒരു വലിയ ഒരു വിജയമാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റോസ് ഫാമിലിയുടെ ആപ്തവാക്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന വിജയത്തിൻ്റെ രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. ഏത് വ്യക്തിക്കും പ്രാർത്ഥനയുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചാണവൻ പോലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ അവൻ ഭയന്ന് നടുങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥന എന്നൊരു ജീവിതം നമുക്കുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പിന്നെയും നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ചുമ്മാ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായില്ല. അനേക പാപങ്ങളെ കൂട്ടിവെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും സ്വർഗം അംഗീകരിക്കുകയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കെട്ടിത്ത് വരുമ്പോൾ കടന്നകാല ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ, അത് ചെറുതായാലും ശരി വലുതായാലും ശരി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പരമേൽപ്പിച്ചു കൊടുത്ത കർത്താവേ, അങ്ങനോട് ഞാൻ ചെയ്ത പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിച്ചുകൂടെ? അങ്ങനെ നാം നിരപ്പ് പ്രാപിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹിമ കാണുവാനിടയായെന്ന് നാം യെശയ്യാ പ്രവചന പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, യെശയ്യാവ് പ്രാർത്ഥിച്ചപ്പോൾ കാര്യമുണ്ട്. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യനെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ജീവിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടുമ്പോൾ, അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കടന്നകാല ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള പാപങ്ങളെ ദൈവം ഉണർത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനം എടുത്തുകൊള്ളണമേ.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 4:10 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന എബേസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബേസ് പ്രാർത്ഥിച്ചു, എബേസ് നിലവിളിച്ചതായിട്ട് നമുക്കറിയാം പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എബേസ് നിലവിളിച്ചു. ഹല്ലേലൂയ. എബേസിൻ്റെ അവസ്ഥ നമുക്കറിയാം. എബേസ് ഹല്ലേലൂയ എങ്ങനെയായിരുന്നു? എബേസിനെ സംബന്ധിച്ചിടത്തോളം താൻ ഹല്ലേലൂയ അംഗവൈകല്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ അംഗവൈകല്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെ സംബന്ധിച്ചിടത്തോളം താൻ വ്യസനപുത്രനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ ജനിച്ചപ്പോൾ തന്നെ തൻ്റെ മാതാവ് അല്ലെങ്കിൽ തൻ്റെ പ്രൈസ് ദി ലോർഡ് തന്നെക്കുറിച്ച് ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ എന്താണെന്നുള്ളത് വ്യക്തമാകുന്നില്ല. പ്രിയരെ, എബേസിൻ്റെ ഒരൊറ്റ പ്രാർത്ഥന ഹല്ലേലൂയ തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെ മാറ്റിമറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. താൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചൊരു 4 കാര്യമുണ്ട്. ദൈവമേ, നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം. 1. രണ്ടാമത് താൻ പറയുന്നത് എൻ്റെ അതിർ വിസ്താരമാക്കണം. 3. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. 4. എനിക്ക് വരുന്ന അനർത്ഥം വ്യസന കാരണമാകാതെ പ്രൈസ് ദി ലോർഡ് ആകരുതേ എന്നാണ് താൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരില്ലേ? ഹല്ലേലൂയ. എബേസ് അപേക്ഷിക്കുന്ന കാര്യം തന്നെ ദൈവം എബേസിന് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. മറന്നു പോകരുത് ദൈവ പൈതലേ. ഹല്ലേലൂയ. അവൻ്റെ പിൻകാലത്തേക്കാൾ മുൻകാലത്തേക്കാൾ അനുഗ്രഹമായിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖത്തോടെ ആരംഭിച്ച ജീവിതം തന്നെ സന്തോഷത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതാണ് എബേസിൻ്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ദൈവത്തോട് ചോദിച്ച കാര്യം അത് വൻ കാര്യമാണ് പ്രിയരെ, അത് വലിയൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ദുഃഖത്തിലൂടെ വന്ന പല ഭക്തന്മാരെ നമുക്കറിയാം. ദാവീദിൻ്റെ ചരിത്രം അറിയാം, ഇയ്യോബിൻ്റെ ചരിത്രം അറിയാം, യിരെമ്യാവിൻ്റെ ചരിത്രം അറിയാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ്, ഇങ്ങനെ തുടങ്ങി അനേക ഭക്തന്മാർ ദുഃഖത്തിലൂടെ മാത്രമാണ് കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെല്ലാം നാം ഓർത്തുകൊള്ളണമേ. മറ്റുള്ളവർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ കാണുമ്പോൾ പറയും, ഇവൻ ഒരു വൈകല്യമുള്ള ഒരാളാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും പറയും, അവനെക്കൊണ്ട് ഒരു കാശിനും ഗുണമില്ല, അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവനൊക്കെ എന്താ ചെയ്യാനാ എന്ന് പറയുന്ന എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ലോകം നമ്മളെ അപമാനിക്കുമ്പോൾ, ലോകം നമ്മളെ നിന്ദിക്കുമ്പോൾ, ലോകം നമ്മളെ വെറുത്തൊതുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം, ഹല്ലേലൂയ, ദൈവ പൈതലേ, നിന്നെയും എന്നെയും ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന ഒരു കരം ദൈവത്തിൻ്റെ കരം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഉയർത്തുവാനായിട്ട് തുടങ്ങും. കർത്താവ് നമ്മളെ ഉയർത്തും പ്രിയരെ. ഹല്ലേലൂയ. ലോക മനുഷ്യരുടെ മുഖത്തെ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാക്ക് മാറാത്തൊരു ദൈവമാണ്. ആ ദൈവത്തിലാണ് നാം കൂടുതലായി ആശ്രയം വെക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ മറ്റുള്ളവരുടെ വാക്കുകളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ലോകം അങ്ങനെ തന്നെയാണ്. ലോകത്തെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റി നിർത്താൻ കഴിയും. അവരങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 66:13 വായിക്കുമ്പോൾ കർത്താവ് നമുക്കുണ്ട് അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുവാനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുവാനായിട്ട് അരുമനാഥൻ നമ്മോടൊപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, നിന്നോടുള്ള ഒരു ദൂത് ഹല്ലേലൂയ ഇന്ന പ്രഭാതത്തിൽ വെളിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ നീ മുഴങ്കാൽ പടിയിട്ട് മുട്ടുമടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഉപവാസത്തോടെ കരച്ചിലോടെ നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നിന്നെ എബേസിനെ ഉയർത്തി വെച്ച ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെയും അവൻ ഉയർത്തുവാൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെങ്കടലിൻ്റെ അവസ്ഥകളാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ അവസ്ഥകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. മുൻപോട്ട് നോക്കിയാൽ ചെങ്കടൽ, പുറകിലേക്ക് നോക്കിയാൽ ഫറവോനും സൈന്യവും, 4 സൈഡിലുമായി പാറക്കെട്ടുകളും സമുദ്രങ്ങളും ഒക്കെയാണ്, പർവ്വതങ്ങളും ഒക്കെയാണ്. പലപ്പോഴും പ്രതികൂലങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവ പൈതലേ,
നാം നോക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നമുക്കറിയാം പ്രിയരെ, പ്രാർത്ഥനയിലൂടെ മുന്നേറുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥന ഒരു വ്യക്തിയിൽ ശക്തിപ്പെടുന്നുവോ നിശ്ചയമായും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നമുക്കറിയാം. ഇസ്രായേൽ ഒരു ചെറിയ രാഷ്ട്രമാണ്, എങ്കിൽ പോലും ഇന്നേക്ക് ഉലക രാഷ്ട്രങ്ങൾ എല്ലാം ഭയപ്പെടുന്നു ഇസ്രായേലിനെ കണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് അനേക രാഷ്ട്രങ്ങൾ വന്ന് ഇസ്രായേലിൽ നിന്ന്, ഹല്ലേലൂയ, ആയുധങ്ങളും മറ്റും വാങ്ങിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നിശ്ചയമായും അവൻ നമ്മെ ഉയർത്തുവാൻ സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. യെബേസിൻ്റെ പ്രാർത്ഥന നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തമായി അവൻ പ്രാർത്ഥിച്ചിരുന്നു. നമുക്കറിയാം പ്രിയരെ, ഗലാത്യർ 3:13 വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശാപം മാറി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ശാപം മാറി അബ്രഹാമിൻ്റെ അനുഗ്രഹം ശാപത്തിനല്ല അനുഗ്രഹത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ആകയാൽ യെബേസ് ഒരു ചെറിയവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അംഗവൈകല്യം ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, യെബേസിനെ ദൈവം മാനിക്കുവാനായിട്ടിടയായി തീർന്നു എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തായിട്ട് താൻ പ്രാർത്ഥിച്ചത് എൻ്റെ അതിരുകളെ വിശാലമാക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പരിമിതികളില്ലാത്ത ഒരു സ്നേഹമാണ് പ്രിയരെ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കർത്താവ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹം പരിമിതികളില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ആ ദൈവമായി കർത്താവ് നമ്മളെ വിശാലതയിലേക്ക് എത്തിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സുവിശേഷത്തിൻ്റെ വരമ്പുകൾ, ഹല്ലേലൂയ, നിന്ന് പോയിട്ടില്ല പ്രിയരെ. അനേക ഇടങ്ങളിൽ ആരാധനാലയങ്ങൾ മുടങ്ങിക്കിടന്നപ്പോഴും പ്രാർത്ഥനകൾ കൂടിയതേ ഉള്ളൂ. ഹല്ലേലൂയ, പ്രസംഗങ്ങൾ കൂടിയതേ ഉള്ളൂ. അതിനൊരിക്കലും, ഹല്ലേലൂയ, മാറ്റങ്ങൾ വരുന്നില്ല. ഹല്ലേലൂയ. അത് പിന്നെയും കർത്താവിങ്കിലേക്ക് ഒരുപടി കൂടെ നമ്മെ അടുപ്പിക്കുന്നത് മാത്രമാണ് ചെയ്തത്. എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര പ്രശ്നങ്ങൾ വന്നാലും, പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ പ്ലാനും പദ്ധതിക്കൊന്നും ഒരു മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തക്ക സമയത്ത് അത് നമുക്ക് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് നമ്മെ വിശാലതയിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവ് 23:23 വായിക്കുമ്പോൾ, ഞാൻ സമീപസ്ഥനായ ദൈവം, ആകാശത്തിലും ഭൂമിയിലും, ഹല്ലേലൂയ, ഞാൻ നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യപ്പെടരുത് ദൈവ പൈതലേ. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. സുവിശേഷത്തിൻ്റെ അതിരുകൾ ദൈവം വിശാലതയിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, അടുത്തായിട്ട് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 1 പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 5:6 അവൻ്റെ ബലമുള്ള കൈകളുടെ കൈ കീഴിൽ ഇരിക്കണമെന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ അങ്ങനെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവൻ നമ്മെ വിട്ടുവയ്ക്കുവാൻ വല്ലമയുള്ളവനാണ്. അവൻ നമ്മെ വിട്ടുവയ്ക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കൈകളൊക്കെ വേദനിക്കും, നമ്മെ വേദനിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങളായാലും ശരി, ബന്ധുമിത്രാദികളായിരുന്നാലും ശരി, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടൊക്കെ നമ്മെ വേദനിപ്പിക്കാറില്ലേ? ഹല്ലേലൂയ. നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയുവാനുണ്ട്. ജീവിക്കുന്ന ദൈവ പൈതലേ, മനുഷ്യരുടെ കൈകൾ വേദനിക്കുന്നതാണ്, നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ, നമ്മളെ വേദനിപ്പിക്കാതെ നമ്മളെ അവൻ്റെ മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരം ഒരു നാൾ കുറുകിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. അതുമാത്രമല്ല, ആ ദൈവത്തിൻ്റെ കരം നമ്മളെ വേദനിപ്പിക്കുന്ന കരമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, എനിക്ക് വരുന്ന അനർത്ഥം വ്യസന കാരണമാകാതെ കാക്കണമേ എന്നാണ് അവസാനം താൻ പ്രാർത്ഥിച്ചത്. അത് വിവരിക്കാനുള്ള സമയമില്ല. എങ്കിലും കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. പ്രാർത്ഥനയിലൂടെ നമുക്ക് കടന്നു വരാം. ഈ നാളുകളായിട്ട് ഇത് അന്ത്യകാലം, ഇത് ഹല്ലേലൂയ, അഭിഷേകത്തിൻ്റെ വല്ലമയിൽ നിന്നുകൊണ്ട് തന്നെ നാം കർത്താവിനെ ആരാധിക്കണം പ്രിയരെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരണമെങ്കിൽ ആയുധം നമ്മുടെ കയ്യിലുണ്ടാകണം. ആയുധം, പ്രാർത്ഥന എന്നൊരു ആയുധമില്ലാത്ത ഒരു മനിതന്, ഹല്ലേലൂയ, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും തന്നെ അവന് നേടിയെടുക്കുവാൻ സാധ്യമല്ല. ദൈവത്തോട് അവന് സംസാരിക്കുവാൻ കഴിയുന്നതല്ല. ദൈവമായിട്ട് അവന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്നത് ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നു കൊള്ളേണമേ.
ജീവിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് ഈ ലോകത്തിലെ സ്വത്തോ സുഖമോ അന്തസ്സോ അഭിമാനമോ ഒന്നും നമ്മളെ രക്ഷയിലേക്ക് എത്തിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മെ ദൈവമായിട്ടൊരു അടുപ്പിക്കുകയില്ല, ദൈവമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ പ്രാർത്ഥന എന്ന ഒരു കവചം നീ ധരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നിശ്ചയമായും ദൈവത്തിൽ നിന്ന് നിനക്ക് അഭിഷേകവും വല്ലമയും ഉണ്ടാകും. നിനക്ക് ദൈവത്തിൽ നിന്ന് കൃപകളും വരങ്ങളും ഉണ്ടാകും. ദൈവത്തിൽ നിന്ന് നിനക്ക് അനുഗ്രഹങ്ങൾ തന്നെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ദൈവം എബേസിനെ ഉയർത്തി വെച്ചിരുന്നു. ദൈവം എബേസിനെ മാനിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഈ നാളുകളായിട്ട് ഹല്ലേലൂയ, ഒരുപക്ഷെ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ കൂട്ടുവിശ്വാസികൾ നമ്മെ ഹല്ലേലൂയ അപമാനിച്ചെന്ന് വരാം. നമ്മൾ ചിന്തിക്കാത്ത വിഷയങ്ങളിൽ ഹല്ലേലൂയ ദൈവ പൈതലേ നമ്മളെ അപമാനിച്ചെന്ന് വരാം, നമ്മളെ നിന്ദിച്ചെന്ന് വരാം. ചിലപ്പോൾ നമ്മളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബേസിനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുനീരോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ, പ്രാർത്ഥനയോടെ നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമോ? നിന്നെ മനുഷ്യരുടെ മുൻപിൽ ഹല്ലേലൂയ കർത്താവ് നിന്റെ തലയെ നിമിർന്ന് നിൽക്കുവാനിടയാക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അയ്യോ എൻ്റെ ഈ സുവിശേഷ രംഗത്ത് എനിക്കൊരു വിശ്വാസി പോലും വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. എങ്ങനെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, എൻ്റെ സുവിശേഷത്തിൻ്റെ വരമ്പുകൾ അത് കുറുകിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ചുരുങ്ങിപ്പോയിരിക്കുന്നു, വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്ന് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്ന അനേക ദൈവഭക്തന്മാരെ കാണുവാൻ കഴിയുന്നു. ദൈവ പൈതലേ, ഉപവാസത്തോടെ, കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമോ? നെഹമ്യാവിനെ പോലെ നീ പ്രാർത്ഥിക്കുമോ? ദേശത്തിനായി, യെരൂശലേം പട്ടണത്തിനായി നെഹമ്യാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ എല്ലാം അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നുവെന്നുള്ള വേദന തനിക്കുണ്ടായപ്പോൾ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ, കരച്ചിലോടെ, പ്രാർത്ഥനയോടെ താൻ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഞാൻ പറയട്ടെ, ആ നെഹമ്യാവിൻ്റെ കണ്ണുനീരിനെ ദൈവം കാണുവാനിടയായി. രാജാവ് രാജകൽപ്പന പുറപ്പെടുവിച്ചു, നീ യെരൂശലേമിൽ കടന്നുപോയി നിന്റെ പിതാക്കന്മാരുടെ കല്ലറകളും മറ്റുമെല്ലാം നീ അത് ശരിയാക്കി, നിനക്ക് എപ്പോൾ വരുവാൻ കഴിയുമോ അപ്പോൾ നീ വന്നാൽ മതിയെന്ന്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, നാം ചിന്തിക്കും നമുക്ക് ആരും ആദരവില്ല എന്ന്, നമ്മെ ആരും സഹായിക്കുവാൻ ഇല്ല എന്ന് നാം ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളണമേ, മനുഷ്യൻ കൈവിടുന്ന സ്ഥാനത്ത് നിന്നെ കരം തൂക്കി നിർത്തുന്ന, നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാറത്ത് പൊൻകച്ച കെട്ടിയവനായ 7 നിലകൾക്കുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായ ഒരു കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, വിശ്വസിക്കുമോ? ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി ഈ സന്ദേശത്തെ നീ ഏറ്റെടുക്കുമ്പോൾ നിശ്ചയമായി നിന്റെ ജീവിതത്തിൽ ഒരു വലിയ നിന്നെ തേടി വരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയരെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതായി ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെഹമ്യാവ് യെരൂശലേം പട്ടണത്തിൻ്റെ തകർച്ചയെ കണ്ട് ആ കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ, ഉപവസിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ദൈവമേ ഹല്ലേലൂയ യെരൂശലേമിൻ്റെ സ്ഥിതി മാറ്റുവാൻ ദൈവത്തിന് മനസ്സായി. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിനെ ദൈവം കണ്ടു. ഹല്ലേലൂയ. ആളിൽ കുറിയവനായിരുന്ന, ചെറിയവനായിരുന്ന എബേസ് ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ. താൻ നിലവിളിച്ചപ്പോൾ തൻ്റെ സഹോദരന്മാർ, നിന്ദിച്ചിരുന്ന, അപമാനിച്ചിരുന്ന സഹോദരന്മാരുടെ മുമ്പിൽ ഹല്ലേലൂയ എബേസിനെ ദൈവം ഉയർത്തി മാനിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളുണ്ട് കർത്താവേ. അവരുടെ ജീവിതത്തിലും ഏതെങ്കിലും വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നുവോ, അവർ ഏതെങ്കിലും വിഷയത്തിൽ അപമാനപ്പെട്ടിരിക്കുന്നുവോ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം അവരുടെ മേലുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം ഏറ്റെടുത്ത് ഹല്ലേലൂയ അടിയനോടൊപ്പമായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൃപ കൂടെ ഇരുന്ന് എല്ലാവരും ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. അങ്ങയുടെ വരവിനായി ഒരുക്കിക്കാട്ടെ കർത്താവേ. സകലത് ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ് അരുമരക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേട്ടിരുന്നായ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കടന്നകാല ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നാം ചിന്തിക്കും, എൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ യാതൊരു കുറവുകളുമില്ല, എന്നെപ്പോലെ പരിശുദ്ധമായി ജീവിക്കുന്നവരാരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം വഞ്ചിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, കർത്താവിൻ്റെ സന്നിധിയിൽ താണു വീണ് നെടുവീർപ്പോടെ കർത്താവിൻ്റെ
കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ, കരച്ചിലോടെ, പ്രാർത്ഥനയോടെ നാം അടുത്ത് വരുന്നു എങ്കിൽ നിശ്ചയമായും നെഹമ്യാവിൻ്റെ കണ്ണുനീരെ കണ്ട ദൈവം പ്രൈസ് ദി ലോർഡ് എബേസിനെ ഉയർത്തി നമ്മയും ഉയർത്തുവാൻ സർവശക്തനാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്കത് അനുഗ്രഹമായി മാറട്ടെ. ഇത്രയും സമയം ഹല്ലേലൂയ ക്ഷമയോടുകൂടി എൻ്റെ ഈ സന്ദേശത്തെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയും റോസ് ഫാമിലിയിലുള്ള എല്ലാ അഡ്മിന്മാർക്കും പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പിന്നണിയിലുള്ള ദൈവദാസന്മാർ, ദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവമായി കർത്താവിൻ്റെ വരവ് സമീപമായിരിക്കുന്ന നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിശുദ്ധിയോടും വേർപാടോടും കൂടി നമുക്ക് ജീവിക്കുവാൻ സ്വർഗ്ഗത്തിലെ വലിയനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.